ഹായ്. അപ്പോൾ കർക്കിടക മാസമൊക്കെയാണ്. ഒരു ഹെൽത്തൊക്കെ ഒന്ന് എന്താ പറയുക, നല്ല രീതിയിൽ പ്രോട്ടീൻസുള്ള ഭക്ഷണം കഴിക്കണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് റൈസ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഇതാണ് ബ്ലാക്ക് റൈസ്. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. ഇതിന് കിലോയ്ക്ക് 150 തോന്നുന്നു. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഓർഗാനിക് മാണ്ടി എന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു അളവിലാണ്, എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഇന്നലെ രാത്രി ഇട്ട് വയ്ക്കാൻ മറന്നു, പക്ഷെ കുഴപ്പമില്ല. ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുള്ളതാണ്. കാണിച്ചു തരാം കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി, ഷാലറ്റ്സ്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകമാണ് ചേർക്കുന്നത്. കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിലായിട്ട് ഓഫ് ചെയ്തിടുക. അതിനുശേഷം എയർ പോയതിന് ശേഷം ഒന്നുകൂടെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം ബാക്കി എന്തൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാ കുക്കർ ഏകദേശം 4 വിസിലടിച്ച് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് വിസിലടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. വീട് ഫുള്ളും നല്ല ടെംപ്റ്റ് ചെയ്യിക്കുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല സ്മെല്ലാണ്, നല്ല ഫ്ലേവറുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 കപ്പിന് മുകളിലുണ്ടാവും, അത്ര അളവിൽ ആൽമണ്ട് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. ഇതില്ല, ഇനിയിപ്പോൾ പാലില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ നല്ല തിക്കായിട്ടുള്ള ആൽമണ്ട് മിൽക്കാണ് ചേർക്കുന്നത്. ഒഴിച്ചു കൊടുക്കാം. രാവിലെ മുതലേ ഭയങ്കര സ്ലിപ്പായി കളിക്കും. ഓക്കെ, അത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് അടച്ചിട്ട് വീണ്ടും ഒരു 2-3 വിസിലടിച്ചിട്ട് വെക്കുക. ആവി കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ഇത് പഠിച്ചു വയ്ക്കട്ടെ. അപ്പോൾ അത് റെഡിയാണ് കേട്ടോ. വിസിലൊക്കെ അടിച്ച് കംപ്ലീറ്റ് കുക്കായിട്ടിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യും. വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ആവി കംപ്ലീറ്റ് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് സെറ്റായി വരും. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയെന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തണുത്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി സെറ്റാവും. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് വയ്ക്കും. അപ്പോൾ അതാ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ്, പാത്രം പിടിക്കാൻ പറ്റുന്നില്ല. അതിൽ നിങ്ങൾക്ക് ഉപ്പിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. മധുരം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ആഡ് ചെയ്തെന്നുള്ളൂ. വെള്ളം കൂടിപ്പോയെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് കുറുകി സെറ്റായിക്കോളും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഭയങ്കര അയൺ, അതുപോലെ തന്നെ ഫൈബർ ഒക്കെ വളരെ ഹൈ ലെവലിലുണ്ട്. കുറച്ച് കഴിച്ചിട്ടുണ്ട്, ഇതിന് മതിയാവും. കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ കർക്കിടക മാസമാണ്, എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.